ഹലോ. നേരത്തെയൊക്കെ നമ്മുടെ ഈ ഒരു ജീവിതത്തിൽ നമ്മളെയൊക്കെ അലട്ടിക്കൊണ്ടിരുന്ന മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് വർദ്ധിച്ചു വരുന്ന വിലക്കയറ്റം. ഈ വിലക്കയറ്റം എന്ന് പറഞ്ഞാൽ പെട്രോള്, പിന്നെ മണ്ണെണ്ണയല്ല, പെട്രോള്, ഡീസല്, പച്ചക്കറി, ഭക്ഷ്യസാധനങ്ങളിലുള്ള വിലക്കയറ്റം, ഇതൊക്കെയായിരുന്നു നമ്മളെ അലട്ടിക്കൊണ്ടിരുന്നത് ഒരു സമയം വരെയും. പക്ഷെ ഇപ്പം അത് മാറി. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒപ്പത്തിന് നിൽക്കുന്ന ഒരു കാര്യമാണ് മൊബൈൽ റീചാർജ് പ്ലാനുകളുടെ വിലവർധനമെന്ന് പറയുന്നത്. നമുക്ക് ലാൻഡ് ഫോൺ ഉണ്ടായിരുന്ന സമയത്ത് ഈ ഒരു പ്രശ്നമില്ല. ആദ്യമൊക്കെ മൊബൈൽ വന്ന സമയത്തും ഈ പറയുന്ന പ്രശ്നങ്ങൾ അങ്ങനെയില്ല. എനിക്ക് ഓർമ്മയുണ്ട്, പഴയ നോക്കിയ ഫോണിൽ 10 രൂപയുടെയൊക്കെ മറ്റേ ടോപ്പപ്പൊക്കെ ചെയ്ത് അതൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ ഒരു സമയം. പക്ഷേ ഇപ്പം നെറ്റ് ഉപയോഗം കൂടി, എല്ലാവരും കമ്മ്യൂണിക്കേഷനായിട്ടാണേലും എൻ്റർടൈൻമെൻറ്റിനാണേലും എല്ലാത്തിനും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിൻ്റെ എന്തിനധികം പേയ്മെൻറ്റിന്. ഇപ്പോൾ എവിടെയെങ്കിലും പോയി എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് നിന്നാൽ അപ്പോൾ പോലും നമുക്ക് പേയ്മെൻറ്റിന് യൂസ് ചെയ്യാനായിട്ട് ഇപ്പം ക്യാഷ്ലെസ് ആയിട്ട് വന്നപ്പോഴത്തേനും നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്ന PTM അല്ലെങ്കിൽ ഫോൺ പേ തുടങ്ങിയിട്ടുള്ള ആപ്ലിക്കേഷനുകളാണ്. അപ്പം പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ പോലും ഫോൺ അത്യാവശ്യമാണ്. അപ്പോൾ ഇത് റീചാർജ് ചെയ്ത് വെക്കാമെന്നുള്ളൊരു അത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയപ്പോഴത്തേനുമാണ് വാലിഡിറ്റിയിൽ മാറ്റങ്ങൾ വന്നത്. 2, 3, 4 സിമ്മുകളുള്ളവർ അവസാനം ഈ വാലിഡിറ്റി റീചാർജ് ചെയ്ത് നിൽക്കണമല്ലോ. അപ്പോൾ അതിലും ഇതിലും എല്ലാത്തിലും കൂടെ ചെയ്യുന്ന എന്തിനാണെന്ന് വിചാരിച്ച് 1 അല്ല 2 സിമ്മിലോട്ടൊക്കെ ചുരുങ്ങിയ ഒരു സമയമുണ്ട്. അപ്പം ഇപ്പം ഒരുവിധപ്പെട്ട എല്ലാവർക്കും 1 അല്ലെങ്കിൽ 2, കൂടിപ്പോയാൽ 2, മിക്കവർക്കും ഇപ്പോൾ ഒരു സിമ്മ്, ഒരു നമ്പറൊക്കെ ഉള്ളൂ. ആ ഒരു അവസ്ഥ എത്തി. കാര്യം ഈ പറയുന്ന പോലെ റീചാർജ് പ്ലാനുകൾ, ചെറിയ പ്ലാനുകളൊന്നുമില്ല. കോളിൻ്റെ മാത്രമായിട്ടുള്ള പ്ലാനുകൾ പോലും 200 രൂപ അടുപ്പിച്ചൊക്കെയാണ്. അപ്പോഴും BSNL നമുക്ക് ഈ പറയുന്നൊരു ആശ്വാസം എന്നുള്ളൊരു ലെവലാണ് നിന്ന്. കാക്ക നന്നായിട്ട് കരയുന്ന സൗണ്ട് കേൾക്കുമായിരിക്കും കേട്ടോ, സോറി. അപ്പം പറഞ്ഞു വന്നത് BSNL കാര്യം. അപ്പം നമുക്ക് മൊബൈൽ നമ്മുടെ ഒരു ജീവിതത്തിലെ മെയിൻ പാർട്ടായിട്ടുണ്ട് ഇപ്പോൾ. അപ്പം അങ്ങനെ വന്നപ്പം റീചാർജ് ചെയ്യുക എന്നുള്ളതും ഇമ്പോർട്ടൻ്റ്. എല്ലാവരും ഇങ്ങനെ ചാർജൊക്കെ കൂട്ടി വാലിഡിറ്റിയിലൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്തി വന്നപ്പോഴും വലിയ പ്രശ്നമൊന്നും ഇല്ല. നമുക്ക് തട്ടിമുട്ടി കൊണ്ടുപോകാം. അത്യാവശ്യം ചെറിയൊരു നമ്പർ നമുക്ക് റീചാർജ് വരുന്നുള്ളൂ എന്നുള്ളൊരിതിലുള്ളായിരുന്നു BSNL. പക്ഷേ ഇപ്പം BSNL പണി എന്നതും BSNLലും താരിഫിലൊക്കെ മാറ്റമൊക്കെ വന്നു. പ്ലാനുകളിൽ മാറ്റം വന്നു എന്ന് പറഞ്ഞാൽ മറ്റ് കമ്പനികൾ അവർ ദിവസം നിർത്തിക്കൊണ്ട്, അതായത് ഇപ്പോൾ 28 ദിവസം അല്ലെങ്കിൽ 52 ദിവസം, 54 ദിവസം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ അങ്ങനെ നിലനിർത്തിക്കൊണ്ട് റേറ്റിൽ വ്യത്യാസം വരുത്തി. ഇവർ നേരെ തിരിച്ച, ഇവർ റേറ്റ് നിലനിർത്തിക്കൊണ്ട് ദിവസം വ്യത്യാസപ്പെടുത്തി. ദിവസം വ്യത്യാസപ്പെടുത്തിയെന്ന് വെച്ചാൽ കൂട്ടിയതല്ല, കുറച്ചെന്ന് വെച്ചാൽ നല്ല അടിപൊളിയായിട്ട് വെട്ടി കുറച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണ് പ്ലാനെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പം ഞാൻ എല്ലാം ഒന്നും പറയുന്നില്ല, ഒരു 2-3 പറയാം. ബാക്കി വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാവരും ഈ പറയുന്ന പോലെ ഇത് യൂസ് ചെയ്യുന്നവരൊന്നും അല്ല. കൂടുതലായിട്ടും ഈ മലമ്പ്രദേശം അല്ലേ, അതെ, ഇങ്ങനെ റേഞ്ച് കിട്ടാത്ത ഭാഗത്തിലൊക്കെ, അതായത് ഈ ഇടുക്കി അങ്ങനെയൊക്കെ ഉള്ളവരായിരിക്കും കൂടുതലും BSNL തന്നെ ഉപയോഗിക്കുന്നത്. അല്ലാതുള്ളവർ മറ്റ് സ്ഥലത്തുള്ളവർ ഉപയോഗിക്കത്തില്ലെന്നല്ല, അങ്ങനെയല്ല പറഞ്ഞത്, എല്ലാവരും ഉപയോഗിക്കും. മറ്റ് സിമ്മുകളൊക്കെ ഉപയോഗിക്കാത്ത എന്ന് പറയാൻ പറ്റുമ്പം കുറച്ച് പ്രായമായവർ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേനൊക്കെ BSNL തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പം എല്ലാം ഒന്നും പറയുന്നില്ല, ആവശ്യം ഒക്കെ കൂടുതൽ അറിയാം എന്തൊക്കെയാണ് മാറ്റം വന്നിരിക്കുന്നത്. എന്തൊക്കെ 1-2 പുതിയ പരിപാടികളൂടെ അവർ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിരിക്കാം ഈ വന്ന വിലക്കയറ്റം. ഇതൊരു വിലക്കയറ്റമാണോ എന്ന് മറ്റുള്ളത് വെച്ച് നോക്കുമ്പം അത്രയ്ക്ക് അങ്ങോട്ട് പറയാൻ പറ്റില്ല. എന്നാലും ഇതിലൊക്കെ വില കൂടുതലാണ്, മറ്റതിലോട്ട് തന്നെ BSNLലോട്ട് പോവാം എന്ന് പറഞ്ഞ് നിന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ചെറിയ മാറ്റം വന്നു. ചെറിയ മാറ്റം, വലിയ മാറ്റം നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം. അപ്പം ഇതിൽ കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അപ്പം നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഇപ്പോൾ ഒരു 3 മാറ്റങ്ങൾ ഞാനിപ്പോൾ പറയാം. മാറ്റം വന്നതിലൊരു പ്ലാൻ എന്ന് പറയുന്നത് 107ൻ്റെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. 107 തന്നെയാണ്, മാറ്റമൊന്നും വന്നിട്ടില്ല. അത് 20 മിനിറ്റ്, പിന്നെ 3 GB, ആകെ 3 GB ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് 28 ദിവസമായിരുന്നു. അതിനെ 22 ദിവസത്തിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്ത് അത് മാറ്റിയിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ മാറ്റം എന്ന് പറയുന്നത് 147ൻ്റെ ഓഫറാണ്. 147ൻ്റെ ഓഫർ
10 GB ഉണ്ടായിരുന്നതാണ്, അതിനെ വെട്ടിക്കുറച്ച് 5 GB ആക്കിയിട്ടുണ്ട്. ആദ്യം 30 ദിവസമായിരുന്നു, അതിനെ വെട്ടിക്കുറച്ച് 25 ആക്കിയിരുന്നു. ഇതിന് മുന്നേ 25 ആക്കിയിരുന്നു, അത് വീണ്ടും വെട്ടിക്കുറച്ചിട്ട് 24 ആക്കിയിട്ടുണ്ട്. അതാണ് രണ്ടാമത്തെ മാറ്റം. ഇനി മൂന്നാമത്തത് 199ൻ്റെ പ്ലാൻ 2 GB 30 ദിവസമായിരുന്നു, അതിനെ വെട്ടിക്കുറച്ച് 28 ദിവസമാക്കി. മറ്റുള്ളത് വെച്ച് നോക്കുമ്പോൾ ഇത് വലിയ മാറ്റമായിട്ട് വരുന്നില്ല. ഇതാണ് പൊതുവേ എല്ലാവരും ചെയ്യുന്ന, ഈ 3 പ്ലാനുകളാണ് കൂടുതലായിട്ടും എല്ലാവരും ചെയ്യുന്ന ഒരു റീചാർജ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇത് 3ഉം പറഞ്ഞത്. ഇതിൽ കൂടിയ എമൗണ്ട് ചെയ്യുന്നവരുണ്ടാകാം. അപ്പം അതിൻ്റെയൊക്കെ മാറ്റം അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പം ഇനിയും കാണാം. ടാറ്റാ.